കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച വ്യത്യസ്തമായ ഒരു വിഷയമാണ് പരിശോധിക്കുന്നത്. ഒരർത്ഥത്തിൽ ജീവന്റെ വിലയുള്ള ഒരു വിഷയം. നമ്മുടെ ഇടയിൽ അത്യാഹിതങ്ങളും അപകടങ്ങളുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപകട നിരക്ക് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുന്നു. അപകടങ്ങൾ ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ഒരു നിമിഷം പോലും വൈകാതെ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിന് ആംബുലൻസുകൾ ലഭിക്കാത്ത വിഷയങ്ങൾ നമ്മൾ പലവട്ടം കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. അത്തരം പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം എന്ന് കൊച്ചി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ വിദഗ്ധർ കഴിഞ്ഞ 4-5 വർഷമായി പരിശോധിച്ചു വരികയായിരുന്നു. അതിന് അവർ ഒരു ഉത്തരം കണ്ടെത്തി. AMBU-1 എന്ന സംവിധാനം അവർ രൂപപ്പെടുത്തി. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആംബുലൻസ് എത്തുക, അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക, സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് AMBU-1 യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് ആദ്യമായി പ്രാവർത്തികമാകാൻ പോകുന്ന ജില്ല കണ്ണൂരാണ്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് AMBU-1 യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. എന്താണ് AMBU-1? അതെങ്ങനെയാണ് സമൂഹത്തിന് ഗുണം ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് AMBU-1 എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായ KP ശിവപ്രസാദാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം ശിവപ്രസാദ്. AMBU-1 എന്ന ഒരു സംവിധാനത്തെ നമുക്ക് ഒറ്റ വാക്കിൽ എങ്ങനെ നിർവചിക്കാൻ കഴിയും? എന്താണ് AMBU-1? അതെ, AMBU-1 എന്ന പേര് തന്നെ ആംബുലൻസ് 1 എന്ന പൂർണ്ണ രൂപത്തിൽ നിന്ന് സംക്ഷിപ്തമായി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഏതൊരു ബിസിനസ് ആകുമ്പോഴും ആ ഒരു ബിസിനസ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നിലകൊള്ളുന്നത്. AMBU-1 അങ്ങനെ തന്നെയാണ്. AMBU-1 സംബന്ധിച്ച് ഞങ്ങളുടെ നിരന്തരമായ പഠനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ റോഡ് അപകടങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അപകടമുണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ആൾ മരണപ്പെട്ടു പോകുന്നതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അപകടമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായി വരുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ആ ആക്സിഡൻറ്റ് വിക്ടിമിനെ അല്ലെങ്കിൽ ആ രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ തന്നെ അവിടെ അത്യാവശ്യം വേണ്ടുന്ന ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ് അത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ വിവരം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മിത്രങ്ങളോ ഒന്നും തന്നെ അറിയുന്നില്ല. അവരറിഞ്ഞാൽ ഒരു പക്ഷേ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയോ അത്യാവശ്യം കോൺടാക്റ്റുകൾ പോലീസുകളിൽ ഒക്കെ അറിയിച്ച് അതിന് വേണ്ടുന്ന സഹായങ്ങളോ ചെയ്യിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കില്ല, ആളിനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു രോഗി, അതായത് ആക്സിഡൻറ്റ് ഉണ്ടായി ഒരാൾ ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു സമയത്ത് നമുക്കറിയാം പരമാവധി ഏറ്റവും തീവ്രമായ പരിചരണങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിലവിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, ക്യാൻസർ, ഹൃദ്രോഗം, അത്തരം അസുഖങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന മരുന്നുകളുടെ ഡോസുകൾ മറ്റ് സംഗതികൾക്ക് വളരെ ക്രമീകരിച്ച് മാത്രമേ നൽകാൻ പാടുള്ളൂ. അപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിലവിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള ഒരാളാണോ, അദ്ദേഹം ഏതൊക്കെ തരം മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഇത്തരം വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് ഏറ്റവും യോജിച്ച തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആൾ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ 4 പ്രശ്നങ്ങളുമാണ് AMBU-1 സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ് നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? അതെ, അതുകൂടെ വളരെ വ്യക്തമായി പറയാം. കാരണം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.
ആംബിവൺ എന്ന് പറയുന്ന ഈ നമ്മുടെ പ്രോജക്റ്റിൻ്റെ സേവനം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ നിലവിൽ ഈ ആംബിവൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരാളിനാണ് ഈ സേവനങ്ങൾ നമ്മൾ നൽകാൻ കഴിയുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ഏകദേശം അടുത്ത ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഫോൺ നമ്പർ ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അതുകൂടാതെ നിലവിൽ അദ്ദേഹം എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ, എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള ആളാണോ, അത്തരം വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് നൽകാറുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മളൊരു അണ്ടർടേക്കിംഗ് കൂടെ വാങ്ങിക്കാറുണ്ട്. കാരണം ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം വിവരങ്ങൾ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകന് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായാൽ കൈമാറുന്നതിന് അദ്ദേഹം വില്ലിംഗ് ആണ് എന്നൊരു അണ്ടർടേക്കിംഗ് കൂടെ നമുക്ക് തരുന്നുണ്ട്. കാരണം ഇതിൽ ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത നടപടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അപകടമുണ്ടായാൽ ആൾ ആംബിവണിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് അല്ലെങ്കിൽ മെമ്പർ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് ഇദ്ദേഹത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആളിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അതായത് ആംബിവൺ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ വാഹനത്തിൻ്റെ പുറത്ത് ആംബിവണിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പുറകിലായി ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ ഇതിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അപകടാവസ്ഥ കണ്ടാൽ, ഇത്തരം ഒരു സ്റ്റിക്കർ കണ്ടാൽ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സംഗതി, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്തുന്നതിന് നമ്മൾ 3 മാർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ആംബിവൺ SOS ബട്ടൺ അല്ലെങ്കിൽ മെനു ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത, ലോക്ക് സ്ക്രീൻ സിറ്റുവേഷനിലാണെങ്കിലും ഇത് നന്നായി പ്രവർത്തിക്കും. അത് അൺലോക്ക് ചെയ്യാതെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആംബിവണിൻ്റെ സ്റ്റിക്കർ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നോക്കുക. ആ മൊബൈൽ ഫോണിൽ ലോക്ക് സ്ക്രീനിലാണെങ്കിൽ പോലും ആംബിവൺ SOS ബട്ടൺ കണ്ടെത്തുക. SOS ബട്ടൺ 5 സെക്കൻഡ് പ്രസ് ചെയ്യുക. ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈൽ ഫോൺ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ GPS ലൊക്കേഷൻ, ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾ, അതായത് ആക്സിഡൻറ്റ് വിക്ടിം, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, ഈ 2 പാരാമീറ്ററുകൾ ഫെച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ കോൾ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കോൾ സെൻറ്ററിൽ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ തന്നെ GPS ലൊക്കേഷൻ മനസ്സിലായി, ഏത് ലൊക്കേഷനിലേക്കാണ് ആംബുലൻസ് അയക്കേണ്ടതെന്ന് മനസ്സിലാകും. രണ്ടാമത്, ആ മൊബൈൽ നമ്പറിൽ നിന്നും ആ വ്യക്തിയുടെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇത് 2 വെച്ചുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇതിന് ഈ ട്രിഗർ വന്ന മൊബൈലിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് ആക്സിഡൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകും. കാരണം ഏത് തരം ആംബുലൻസുകളാണ് ആ ഭാഗത്തേക്ക് ഡിസ്പാച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ 1 മിനിറ്റിനുള്ളിൽ ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് ലൊക്കേഷൻ നടന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് ആംബുലൻസ് ആണെന്ന് നമുക്കറിയാൻ കഴിയും. അത് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് കണ്ടെത്തുന്നത്. ആ ആംബുലൻസിനെ കണ്ടെത്തി ആ ആംബുലൻസിനെ എത്രയും പെട്ടെന്ന് ആ ആക്സിഡൻറ്റ് ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലേക്ക് ആ ആംബുലൻസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് അയക്കുന്നതാണ്. ഇതിനോടൊപ്പം ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ആംബുലൻസ് ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ആംബുലൻസ് ഡ്രൈവറുടെ മൊബൈൽ നമ്പർ കൂടെ നമ്മൾ ബന്ധുക്കൾക്ക് കൈമാറും. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ഇന്നയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇന്ന ആംബുലൻസിൽ ഇന്ന ഡ്രൈവർ ഓടിക്കുന്ന ആംബുലൻസിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് ഡ്രൈവർക്ക് അത്യാവശ്യം നൽകേണ്ട നിർദ്ദേശങ്ങൾ ഈ മൊബൈൽ നമ്പറിൽ വിളിച്ച് നൽകാം എന്ന നിർദ്ദേശം കൂടെ കൊടുക്കും. അപ്പോൾ ഞാൻ ആംബുലൻസ് വിളിച്ച് വരുന്നതിന് ഒന്നാമത്തെ മാർഗ്ഗമാണ് ഇപ്പോൾ വിശദീകരിച്ചത്, SOS ബട്ടൺ ഉപയോഗിച്ച് ആംബുലൻസ് വിളിച്ച് വരുത്താം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ മൊബൈൽ ഫോണിൻ്റെ പുറകിൽ അല്ലെങ്കിൽ പേഴ്സിൽ അല്ലെങ്കിൽ വാഹനത്തിൽ ആംബിവണിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരിക്കും. ഈ സ്റ്റിക്കറിന് നേരെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് പിടിച്ചാൽ മതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുക. ആ ആംബിവൺ സ്റ്റിക്കർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും സ്കാൻ ചെയ്യുന്ന ആളിൻ്റെ മൊബൈൽ നമ്പറും നമ്മൾ ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം അതിൽ ചെയ്തിട്ടുണ്ട്. ഈ 2 സംഗതികളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആംബിവണിൻ്റെ കോൾ സെൻറ്ററിലേക്ക് 24/7 പ്രവർത്തിക്കുന്ന കോൾ സെൻറ്ററിലേക്ക് എത്തും. അവിടെ വീണ്ടും അവർ ചെയ്യുന്നത്, രണ്ടാമത്തെ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തേർഡ് പാർട്ടി റെസ്പോണ്ടർ എന്ന് പറഞ്ഞ സ്കാൻ ചെയ്ത ആളിനെ വിളിച്ചിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഏറ്റവും അടുത്തുള്ള അനുയോജ്യമായ ആംബുലൻസ് ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇത് 2ഉം പറ്റുന്നില്ല, കാരണം ഇത് 2ലും നമുക്ക് സ്മാർട്ട് ഫോൺ ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരു ഫീച്ചർ ഫോണാണ് കയ്യിരിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ സേവനം അവൈൽ ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങളുടെ ഹോട്ട്ലൈൻ നമ്പറുണ്ട് 9744555666.
ഈ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാലും എക്സാക്ട് ലൊക്കേഷനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലും ആ സ്ഥലത്തേക്ക് നമുക്ക് ആംബുലൻസ് ഡെസ്പാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കുമ്പോൾ ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗവേഷണമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? വലിയ കാലതാമസം എടുത്തിട്ടുണ്ടാവും ഇത് രൂപപ്പെടുത്തിയെടുക്കാൻ. തീർച്ചയായും നമ്മൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ ഏകദേശം 4 വർഷം എടുത്തു ഞങ്ങൾ ഇത്തരം ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. കമ്പനി ശരിക്കും ഒരു വെഹിക്കിൾ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തി വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആംബുലൻസുകളുടെ ലഭ്യതയാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ബട്ടൺ അമർത്തുക ചെയ്താൽ ആ സ്ഥലത്ത് ആംബുലൻസ് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. അപ്പോൾ ആംബുലൻസിൻ്റെ ഒരു ലഭ്യത എങ്ങനെയാണ്? നിങ്ങളുടെ ഈ സംവിധാനത്തിന് ഒപ്പം എത്ര ആംബുലൻസുകൾ ഉണ്ടാകും? നിലവിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. കാരണം കേരളത്തിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരാൾ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാമല്ലോ. അപ്പോൾ ഈ സംവിധാനം നമുക്ക് ഇന്ത്യയിലുടനീളം അവൈലബിളാണ്. ഇന്ത്യയിലുടനീളം നമ്മൾ കഴിഞ്ഞ 4 വർഷമായി നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനോടൊപ്പം ഈ ആംബുലൻസുകളുടെ ടൈപ്പ് എങ്ങനെ പൂർത്തീകരിക്കാം, ഓരോ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ ആംബുലൻസുകളെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, പാരലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് 17,000-ന് മുകളിൽ ഡയറക്റ്റ് ടൈപ്പ് ആംബുലൻസുകളാണുള്ളത്. അതായത് കമ്പനി നേരിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആംബുലൻസുകളാണ് 17,000-ന് മുകളിലുള്ളത്. ഇനി അതുകൂടാതെ തന്നെ ഈ ഡയറക്റ്റ് ആംബുലൻസ് ടൈപ്പിൽ നിന്ന് ആ ആംബുലൻസുകൾ വഴിയും ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നമുക്ക് പ്രത്യേക പ്രദേശങ്ങളിൽ ആംബുലൻസ് അവൈലബിൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആംബുലൻസുകൾ വഴി മറ്റ് ആംബുലൻസുകളെയും നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തോതിൽ ഏകദേശം ഒരു നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു 70-75% വരെ ആംബുലൻസുകൾ ഈ നെറ്റ്വർക്കിൽ ഇന്ന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അവൈലബിളാണ്. ഈ ഏറ്റവും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഈ നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. ഇത് എവിടെ നിന്നാണ് ഈ ആംബുലൻസ് വരിക? അതെങ്ങനെയാണ് നമുക്ക് ലഭ്യമാവുക? അതെ, നമ്മളിപ്പോൾ ആംബുലൻസുകളെ നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഓരോ പിൻകോഡുകൾ ലെവലിലാണ്. അതായത് നമ്മുടെ ഇപ്പോൾ കേരളത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ പിൻകോഡിലേക്കും എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നൊരു സ്റ്റഡി നടത്തി ആ പിൻകോഡുകൾക്ക് ഏറ്റവും എല്ലാ പിൻകോഡുകളിലും നമുക്ക് ആംബുലൻസുകൾ ലഭ്യമല്ല. കാരണം വളരെ ഗ്രാമപ്രദേശങ്ങളിൽ ആംബുലൻസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ പിൻകോഡുകളിൽ ഏറ്റവും അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആംബുലൻസുകളെ കണ്ടെത്തി ആ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു കാൽക്കുലേഷൻ നടത്തിയാണ് നമ്മൾ ആംബുലൻസുകളെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ കണക്കാക്കുന്നത് 15 മിനിറ്റാണ്. ഒരു ആംബുലൻസിൻ്റെ റിക്വയർമെൻറ്റ് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ആംബുലൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇനി നമ്മുടെ റോഡ് സാഹചര്യങ്ങളും മറ്റും വെച്ച് കണക്ക് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ ഇപ്പോൾ MB1 എന്ന ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വാർഷിക പാക്കേജായിട്ടാണ് നമ്മളിതിനെ അവതരിപ്പിക്കുന്നത്. ഒരു വർഷത്തേക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എല്ലാ നികുതികളും ഉൾപ്പെടെ 899 രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാണ്. അതുകൂടാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ എമർജൻസി ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസുകളും നമ്മളിത് ബെയർ ചെയ്യുന്നുണ്ട്. അത് പരമാവധി 20,000 രൂപ വരെയാണ് നമ്മളിതിന് ഈ ഒരു സംവിധാനം വഴി ഒരു സബ്സ്ക്രൈബർക്ക് അവൈലബിൾ ആകും. എങ്ങനെ അത് ഇപ്പോൾ 899 രൂപ നൽകി ആ ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു, അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിലെന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അതായത് ഈ 900 രൂപ നമ്മൾ ചെലവഴിക്കുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ലാഭകരമായി മാറുന്നത്? എങ്ങനെയാണ് ഇത് ലാഭകരം? ഡെഫിനറ്റായിട്ടും ഇതൊരു ബിസിനസ് തന്നെയാണ്. അവിടെ ഒരു മാർജിൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിലുപരി ഇതൊരു വളരെ സാമൂഹിക സേവനം മുൻനിർത്തിയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഇതിൽ ഡെഫിനറ്റായിട്ടും ചെറിയൊരു മാർജിൻ അവിടെ ഉണ്ടാകും. ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ ചെറിയ മാർജിനിൽ നിന്ന് ഒരു കമ്പനി സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഈ 900 രൂപ നമ്മൾ മുടക്കിയാൽ നിങ്ങൾ 20,000 രൂപയുടെ ചികിത്സ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ലഭ്യമാവുക? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അതെ, അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബാക്ക് എൻഡിൽ ഒരു ഇൻഷുറൻസ് സംവിധാനം ഉണ്ടായിരിക്കണം. എങ്കിലാണ് നമുക്കിത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. ഞങ്ങൾ ഒരു ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഇതിനായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പ്രോഗ്രാമിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്.
ബാക്കി ഉള്ള കാര്യങ്ങളാണ് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി എല്ലാ ആശുപത്രികളിലും അതിൻ്റെ സേവനം ലഭ്യമാകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ടോ? അതെ, ഏകദേശം നമുക്ക് 10,000-അടുത്ത് ഹോസ്പിറ്റലാണ് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ഡയറക്റ്റ് ടൈപ്പ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഒരു 15 മിനിറ്റ് കൊണ്ട് വളരെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയത്ത് തന്നെ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയണം. അപ്പോൾ അതിന് ഏതെങ്കിലും പ്രദേശത്ത് ഒരു പ്രസൻസ്, ഈ ടൈപ്പ് ഹോസ്പിറ്റലിൻ്റെ പ്രസൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ആവശ്യപ്പെട്ട് പുതിയ ഹോസ്പിറ്റൽ നമുക്ക് ഇതിന് ആഡ് ചെയ്യാനും കഴിയും. അതുകൂടാതെ തന്നെ നമുക്ക് 2 തരത്തിലാണ് ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലുടനീളം IRDAയുടെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ, പോളിസികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോൾ ടൈപ്പ് ഹോസ്പിറ്റലാണെങ്കിൽ പൂർണ്ണമായും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. ടൈപ്പ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് റീഇംബേഴ്സ്മെൻ്റ് ആയിരിക്കും അവിടെ പരിഗണിക്കപ്പെടുന്നത്. ഈ 20,000 വരെ എന്നുള്ളത് മാത്രമാണോ ലഭ്യമാകുക? അതിന് മുകളിലേക്ക് നമുക്ക് ഒരു ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഇതിനൊപ്പം ആഡ് ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ മറ്റ് പോളിസികളുമുണ്ട്. അപ്പോൾ ഒരു ഹയർ ഓപ്ഷൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ആ തരത്തിലുള്ള പോളിസികൾ നിലവിൽ ഓൾറെഡി ഒരാൾക്ക് ഒരു പോളിസി ഉണ്ട്, അതിനുശേഷം നിങ്ങളുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഈ ഓൾറെഡി ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അതിൽ കിട്ടുമോ? അതായത് അത് 2 തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതായത് ഒരേ കാര്യത്തിനായി 2 ഇൻഷുറൻസുകൾ ഉപയോഗിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഈ പോളിസി കവർ ചെയ്യുന്നത് എമർജൻസി റൂം കെയർ സർവീസ് മാത്രമാണ്. അതായത് OPയിൽ ഉണ്ടാകുന്ന ചിലവുകൾക്കാണ്. അതായത് ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ചിലപ്പോൾ CT സ്കാൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ക്ലോട്ടുകളോ മറ്റോ സംഗതികളോ ഉണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷനുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഹൃദ്രോഗമാണെങ്കിൽ അതിന് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മരുന്നുകളുണ്ടായിരിക്കും. ത്രോംബോസിസ് ആണെങ്കിൽ അതിന് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട മരുന്നുകളുണ്ടായിരിക്കും. ഇത്രയും എമർജൻസി ആയിട്ടുള്ള ചികിത്സകൾക്കുള്ള ചിലവാണ് ഞങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തുന്നത്. ഇൻഷുറൻസ് അതിനുശേഷം വേണ്ട ചിലവുകൾ നമ്മുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതെ. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇനി കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ OPയിൽ നിന്ന്, എമർജൻസി കെയറിൽ നിന്ന് ഇദ്ദേഹത്തിനെ ഡിസ്ചാർജ് ചെയ്ത് IPയിലേക്ക് മാറ്റും. IPയിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായുള്ള പോളിസികൾ ഉപയോഗിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ്. അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല. ഈ സംവിധാനം ഇങ്ങനെ സക്സസ് ആവും എന്ന് ഏതെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഇത്തരം ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ? അതെ. നമ്മൾ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അതായത് ഒരു ആംബുലൻസ് ആവശ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് റോഡ് അപകടങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അതുകൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുണ്ട്, ഹാർട്ട് അറ്റാക്കുകൾ. പല കമ്പനികളും ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടുന്ന കേസുകൾ പരിഗണിക്കാറേയില്ല. അതിൻ്റെ കാരണം നമുക്കൊരു ചെറിയ ചെസ്റ്റ് പെയിൻ ഉണ്ടായാൽ അത് പക്ഷേ ഗ്യാസോ മറ്റോ സംഗതികളോ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും അവർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾക്ക് ട്രൈ ചെയ്യാറുണ്ട്. അത് കാരണം ഇത് പലരും പ്രോത്സാഹിപ്പിക്കണം. നമ്മളങ്ങനെയല്ല. ഒരു ഹൃദ്രോഗത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത അല്ലെങ്കിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ ഈ പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറി വരുന്ന ഈ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ റോഡ് അപകടങ്ങളുടെ നിരക്ക് വർദ്ധിക്കുന്നതിലും ഈ ആംബുലൻസിൻ്റെ സേവനം അത്യന്താപേക്ഷിതമാണ്. എനിക്ക് ഇതിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് പലപ്പോഴും മേജർ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും പേഷ്യൻസിനെ ഓട്ടോറിക്ഷകളിലൊക്കെ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളാണെങ്കിൽ അവിടെ നിയമം തന്നെയുണ്ട്. ഒരു കാരണവശാലും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഇത്തരം വാഹനങ്ങളിൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പാടില്ല, രോഗിയെ വഹിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അതിന് സജ്ജമായ ആംബുലൻസുകൾ തന്നെ വേണം. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു യാത്ര കൊണ്ട് തന്നെ ആളിന് ജീവഹാനി സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിൻ്റെ ഭാഗം തന്നെയാണ് മെച്ചപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ നൽകുക എന്നുള്ളത്. അതുകൊണ്ട് ആംബുലൻസ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനൊരു വലിയ സാധ്യത തന്നെയാണുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തനിച്ച് താമസിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇത്തരം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അതായത് ആരുടെയും എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നുപോയാൽ, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്ന് തോന്നിയാൽ ആ നിമിഷം ഇത്തരമൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകില്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണത്. നമുക്കിപ്പോൾ വന്ന് കേരളത്തിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, പല വീടുകളിലും പ്രായമായ അച്ഛനമ്മമാർ തനിച്ച് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം അവിടെ ഒരു ഹോം നഴ്സ് പോലുള്ള സംവിധാനങ്ങൾ പലപ്പോഴും കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്.
അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എമർജൻസി സിറ്റുവേഷനെ പലപ്പോഴും നമ്മൾ ആൾക്കാർ ഒരു ആക്സിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്താണ് കാണുന്നത്. ഇതങ്ങനെയല്ല, ഏത് എമർജൻസി സിറ്റുവേഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എമർജൻസിയുടെ പെർവ്യൂവിൽ വരുന്ന എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആകാം, ത്രോംബോസിസ് ആകാം, ഒരു വീഴ്ചയാകാം, ഒരു ആക്സിഡൻ്റ് ആകാം, അതുമല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ആകാം. സ്നേക്ക് ബൈറ്റിനെ നമ്മൾ ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അങ്ങനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഏതൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു ടാപ്പിൽ ഈ സേവനം അവർക്ക് അവൈൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ വലിയ മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ രീതിയിലുള്ളൊരു അവയർനെസ് ഈ കാര്യത്തിൽ അനിവാര്യമാണ്. ജനങ്ങളെ ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ ഇതൊരു അനിവാര്യമായ ഒരു സംവിധാനമാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തുക? അതെ, നമ്മൾ അതിനു വേണ്ടി പല മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. മീഡിയകളാണ്, അറിയാമല്ലോ, ജനങ്ങളിലേക്ക് ഒരു കാര്യം എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മീഡിയകളാണ്. മീഡിയകൾ വഴി നമ്മൾ പരമാവധി ഇത്തരം ഒരു പ്രൊപ്പഗൻഡ, ഇത്തരം ഒരു സൗകര്യമുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകൾ വഴി നമ്മൾ ഇതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി പല റോഡ് ഷോകൾ, അത്തരം സംഗതികളെല്ലാം അവയർനെസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ സാധ്യമായ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഈ കണ്ണൂരിൽ ഇപ്പോൾ നമ്മൾ കണ്ണൂരിലാണല്ലോ ഇത് ആരംഭിക്കുന്നത്. കണ്ണൂരിൽ ഏത് രീതിയിലാണ് ആളുകളെ ആരെ സമീപിച്ചാലാണ് ഇത് കിട്ടുക? അതെ, കണ്ണൂരിൽ നമുക്ക് നിലവിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇത് എത്തണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒറ്റയ്ക്കായിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയില്ല. അതിന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അത്തരത്തിൽ വലിയ ഒരു നെറ്റ്വർക്കും അത്തരത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു കണക്ടിവിറ്റി ഉള്ള സ്ഥാപനങ്ങളായിട്ട് നമ്മളതിന് കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ണൂരിൽ നമ്മൾ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനവുമായി ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിൽ വളരെ വലിയൊരു പങ്ക് കണ്ണൂർ വിഷന് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് കേബിൾ ഓപ്പറേറ്റർമാർ മുഖേന ഇത് ലഭ്യം അങ്ങനെയാണോ? അതെ. കേബിൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് വഴിയാണ് നമ്മൾ കണ്ണൂരിൽ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ കേബിൾ ഓപ്പറേറ്ററെ സമീപിക്കുകയാണോ വേണ്ടത്? എന്താണ് അതിൻ്റെ ആദ്യ ഘട്ടം എങ്ങനെയാണ്? അതെ. അപ്പോൾ ഇതിന് ഇത്തരം ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ, അത്ര ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ കണ്ണൂരിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ണൂരിൽ നിലവിൽ കണ്ണൂർ വിഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല ജില്ലകളിലായിട്ടുണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, അവരുടെ റീറ്റെയിലേഴ്സിനെയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കായിട്ട് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇവർ വഴി തന്നെ നമ്മൾ പല റീറ്റെയിൽ ഷോപ്പുകളിലേക്കും ഇത്തരം സംവിധാനം ഇപ്പോൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 900 രൂപ അവർക്ക് നൽകിയാൽ നിങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും? അതെ, തീർച്ചയായിട്ടും. 900 രൂപ കൊടുക്കുമ്പോൾ നമ്മളത് ഇതിൻ്റെ ഒരു കിറ്റ്, ഒരു സ്റ്റാർട്ടർ കിറ്റ് പോലെ ഒരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൽ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ QR കോഡുകൾ ഉണ്ടാകും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റായ www.ambi1.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ഒരാൾക്ക് സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നതാണ്. അതുകൂടാതെ കണ്ണൂർ വിഷൻ്റെ ഏതൊരു റെപ്രസെൻറ്റേറ്റീവിനെ സമീപിച്ചാലും ഇതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ്? ആംബുലൻസ് എത്ര ദൂരം, ഏത് ആശുപത്രിയിൽ എത്തണം, അല്ലെങ്കിൽ ഏത് ആശുപത്രിയിലേക്ക് നമുക്ക് പോകണം, അത് നിങ്ങളാണോ തീരുമാനിക്കുക, അല്ല നമുക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. രോഗി ഒരു ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിർദ്ദേശിക്കാം, എന്നെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. അതൊരു കാര്യം. രണ്ടാമത്തെ അവസ്ഥയിൽ രോഗിക്ക് ബോധമില്ലാത്തൊരവസ്ഥയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബന്ധുക്കളെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കൾക്ക് നിർദ്ദേശിക്കാം, ഞങ്ങളുടെ പേഷ്യൻറ്റിനെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇത് രണ്ടും സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഏറ്റവും അടുത്ത് ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിൽ ദൂരം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വലിയ ദൂരം ഉള്ള മലയോര മേഖലയിൽ നിന്നൊക്കെയുള്ള ഒരാളെ എങ്ങനെയാണ് ഇത്രയും ചെറിയ പൈസക്ക് നിങ്ങൾ കണ്ണൂരിൽ എത്തിക്കുക? എന്താണ് അതിൻ്റെ മാനദണ്ഡം? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡമായി ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്? അത് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് 15 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലേക്കുള്ള, അല്ലെങ്കിൽ അതിന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു കണക്കാണ് ഞങ്ങൾ മനസ്സിൽ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിൽ കൂടുതൽ ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോലും ആ കൂടുതൽ ദൂരം നമ്മൾ കവർ ചെയ്ത് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. അല്ലാതെ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതല്ല. ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ 25 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നാൽ അത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ആളിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതിന് എന്തെങ്കിലും എക്സ്ട്രാ ചിലവ് വഹിക്കേണ്ടി വരുമോ? എക്സ്ട്രാ ചിലവുകളില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ 20,000 രൂപയുടെ ഒരു കവറേജ് എന്ന് പറയുന്നത് അത് ആംബുലൻസ് ചാർജും
പ്ലസ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ചാർജും കൂടിയാണ്. അപ്പോൾ അത് പരസ്പരം പൂരകമായിട്ട് ഞങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് ഈ 900 രൂപ മുടക്കിയാൽ നമ്മൾ ആംബുലൻസ് ചാർജിനെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ ഒരു വേവലാതി ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയാൽ പ്രാഥമികമായ ചികിത്സക്കുള്ള പണം അതിനും നമുക്ക് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഇതൊരു ഉറപ്പാണ് നിങ്ങളുടെ? ഇത് ഉറപ്പാണ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ 20,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പഠനങ്ങൾക്ക് ശേഷം ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റിന് എത്ര വേണ്ടി വരും, ഒരു ആംബുലൻസ് ചാർജിന് എത്ര വേണ്ടി വരും എന്നൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് 20,000 രൂപ എന്നൊരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടൈ അപ്പ് ഹോസ്പിറ്റലാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അവിടെ അവൈലബിൾ ആണ്. ടൈ അപ്പ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ രോഗി അബോധാവസ്ഥയിലാണ് എങ്കിലും ബന്ധുക്കൾ വിവരം അറിയിച്ചിട്ടും റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ഹോസ്പിറ്റലിന് ഒരുപക്ഷെ ആശങ്ക ഉണ്ടാകും. അവിടെ ഞങ്ങൾ ആംബിയോൺ ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന രോഗിക്ക് ചികിത്സ നൽകുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട, അതിൻ്റെ പേയ്മെൻറ്റ് അഷുറൻസ് ആംബിയോൺ ചെയ്യുന്നതാണ് എന്നവർക്ക് നമ്മൾ അഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സംശയം, ഈ 899 രൂപയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അത് എങ്ങനെയാണ് നിങ്ങൾ ദൂരീകരിക്കുക? തീർച്ചയായിട്ടും നമ്മൾ ഒരു 899 രൂപ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യുന്ന ഇൻഷുറൻസ് ടൈപ്പ് തന്നെയാണ് നമ്മുടെ ബാക്ക് എൻഡിലുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കയ്യിൽ നിന്ന് ആംബിവണിൻ്റെ കയ്യിൽ നിന്നും പലപ്പോഴും പണം നമുക്ക് ചിലവാക്കേണ്ടി വരും. നമ്മുടെ ആകെയുള്ള റവന്യൂവിൻ്റെ 25% അത്തരം എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ സാധാരണക്കാരായ ജനങ്ങളെ പിന്നെ അവരുടെ ബന്ധുക്കളോ മിത്രങ്ങളോ അറ്റൻഡ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ട്. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ഞങ്ങളുടെ. 899 രൂപ മുടക്കി അയ്യോ അത് പോയി എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കില്ല? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അതാണ് ഞങ്ങളുടെ ഉറപ്പ്. കാരണം 899 രൂപ എന്ന് പറയുന്നത് ജീവൻ്റെ വിലയാണ്. നമ്മുടെ ജീവൻ്റെ വില അമൂല്യമാണ്, നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. ആ ജീവൻ്റെ വില, ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു തുകയായി 899 ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ ജീവൻ നിലനിർത്താൻ 2 കൈയും ചേർത്ത് പിടിച്ച് ആ ആളിൻ്റെ ജീവൻ നിലനിർത്താൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കുവാൻ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ രീതിയിൽ ഇതിന് ആളുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം കൂടുതൽ ആളുകൾ വന്നാൽ മാത്രമേ ഇത് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത് വിജയത്തിലെത്തും എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുമായി ഇത് കൂടുതൽ ഇടപഴകി ഇത്തരം കാര്യങ്ങളൊക്കെ ബോധവൽക്കരിച്ച് ഈ കാര്യങ്ങളൊക്കെ ആളുകളിൽ എത്തിച്ച് അത്തരം സംവിധാനങ്ങളിലൊക്കെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ കണ്ണൂരിൽ തുടങ്ങുന്നു, അടുത്ത് എവിടെയൊക്കെയാണ് നിങ്ങൾ ഇത് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്? കേരളത്തിലുടനീളം ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണോ ഉദ്ദേശം? തീർച്ചയായും കേരളത്തിലുടനീളം ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇത് പാൻ ഇന്ത്യ സർവീസാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുടനീളം ഈ സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് കാരണം ഇന്ത്യയിലുടനീളം ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇന്ത്യയിലുടനീളം എന്ന് പറയുമ്പോൾ അത്രയും ആംബുലൻസുകൾ ഇതിന് വേണം. ഈ കേരളത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ കണ്ണൂരിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ആംബുലൻസുകൾ ഇതുമായി ടൈപ്പ് ആയിട്ടുണ്ട്? കണ്ണൂർ ജില്ലയിലെ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 200-നടുത്ത് ആംബുലൻസുകളാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന പ്രദേശങ്ങളും കൂടെ ചേർത്താണ് ഞാൻ 200 ആംബുലൻസുകൾ എന്ന് പറഞ്ഞത്. നമ്മളൊരു ജില്ല മാത്രമായിട്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ഒരു കണക്കെടുക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 1300-1400ഓളം ഡയറക്റ്റ് ആംബുലൻസ് ടൈപ്പുകളാണ്. ഞാൻ ഈ പറയുന്ന കണക്കുകൾ ഡയറക്റ്റ് ആംബുലൻസ് ടൈപ്പുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡയറക്റ്റ് ആംബുലൻസുകൾ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് സേവനം ലഭ്യമാക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എണ്ണത്തിൽ ആംബുലൻസുകളാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ 17,000 ആംബുലൻസുകളാണ് അതിൽ നമുക്ക് ഡയറക്റ്റ് ടൈപ്പിലുള്ളതും. ഇൻഡയറക്റ്റ് ടൈപ്പിൽ വഴി ഒട്ടനവധി ആംബുലൻസുകളും ഇതിലുണ്ട്. ഡയറക്റ്റ് ആംബുലൻസുകളിലേക്കുള്ള ഓരോ മാസവും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1400-1600 ആംബുലൻസുകളാണ് ഓരോ മാസവും ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഈ സംവിധാനം ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആംബുലൻസുകളൊക്കെ തന്നെ, ഈ നമ്മുടെ ഇഷ്ടം പോലെ ആംബുലൻസുകൾ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ അവർക്ക് പണിയില്ലാതാകും എന്നുള്ള ഒരു ഭീതി അവർക്കുണ്ടാകും. അല്ലെങ്കിൽ അവരെ കൂടിച്ചേർത്തുകൊണ്ടാണോ ഈ സംവിധാനം മുന്നോട്ട് പോകും? അതെ, അതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആംബിവൺ എന്ന് പറയുന്ന ഈ സ്ഥാപനം സ്വന്തമായി ആംബുലൻസുകൾ വാങ്ങിയല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
നിലവിൽ നമുക്ക് സഫീഷ്യൻ്റായ ആംബുലൻസുകൾ നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. ആ ആംബുലൻസുകളെ ഈ പ്രോഗ്രാമുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അവർക്ക് കൂടി ഒരു അവസരം നൽകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ കുറേ ആംബുലൻസുകൾ കൊണ്ടുവന്ന് കുറേയധികം യുവജനങ്ങൾക്ക് ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുക എന്നുള്ളതല്ല. നിലവിലൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തി രണ്ട് കൂട്ടർക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകാം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ ആംബുലൻസ് ഇപ്പോൾ നാട്ടിൻപുറത്തെ ഒരു ആംബുലൻസ് നിങ്ങളുടെ ഈ ഇതുമായി ടൈപ്പ് ചെയ്തു, അവർ അവിടെ എത്തി ആ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു, അവർക്ക് എങ്ങനെയാണ് പൈസ കിട്ടുക? അതെ, അവരുടെ പേയ്മെൻറ്റ് ആംബി1 എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനമാണ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ആംബുലൻസുമായിട്ട് നമ്മൾ ഡയറക്റ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് പീരീഡ്, അതായത് ഡെയിലി സെറ്റിൽമെൻ്റ് ആണോ, വീക്ക്ലി സെറ്റിൽമെൻ്റ് ആണോ, മന്ത്ലി സെറ്റിൽമെൻ്റ് ആണോ, അത്തരം ഓപ്ഷൻസ് അവരുമായിട്ട് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യും. ഡെയിലി സെറ്റിൽമെൻറ്റ് ആവശ്യമുള്ളവർക്ക് ഡെയിലി സെറ്റിൽമെൻറ്റ് ചെയ്യും, വീക്കിലിയോ മന്ത്ലിയോ ആണ് ആവശ്യമുള്ളെങ്കിൽ അങ്ങനെ സെറ്റിൽമെൻറ്റ് അവരുടെ താല്പര്യപ്രകാരമാണ് ആ സെറ്റിൽമെൻറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരു 1000 ആൾ നിങ്ങളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെക്കുക, ഈ 1000 ആളുകൾക്കും ഈ ആംബുലൻസ് സൗകര്യം വേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലാഭം. അതെ, തീർച്ചയായിട്ടും നമ്മളൊരു ഇൻഷുറൻസ് പ്രോഗ്രാം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ ഒരു ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും നമ്മൾ അതിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ ഒരു 100 പേർ അല്ലെങ്കിൽ 1000 പേർ ഇതിൽ പങ്കെടുത്താൽ 1000 പേർക്കും ഒരു വർഷത്തിനുള്ളിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ അതിൽ 50% ആയിരിക്കും, 60% ആൾക്കാരായിരിക്കും ഈ സർവീസ് അവൈൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു 40% എന്ന് പറഞ്ഞാൽ അവൈൽ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ 40% അവൈൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തുക എന്ന് പറയുന്നത് ജീവൻ്റെ വിലയാണ് ഇതിനുള്ളത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഈ ചോദ്യത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അതായത് 899 രൂപ മുടക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്രോസ് കേരള, ഓൾ ഓവർ ഇന്ത്യ നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് നമ്മളൊരു ടൈപ്പ് കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ടൈപ്പ് എന്നല്ല അതിനെ പറയുന്നത്, ഒരു ധാരണ. അതായത് നമ്മുടെ ആംബി1 പേഷ്യൻസ് അവർക്ക് ഈ ആക്സിഡൻറ്റുകൾക്ക് മാത്രമല്ല അവർക്ക് മറ്റ് ചികിത്സകൾക്കും ഈ ഹോസ്പിറ്റലുകളെ സമീപിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ ഇളവ് ഇതിൽ നൽകണം. അവരുടെ റെഗുലർ ബില്ലിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇളവ്. അവിടെ ബാർഗൈനും മറ്റ് സംഗതികളൊന്നും തന്നെയില്ല, കമ്പനിക്ക് അതിൻ്റെ സാമ്പത്തിക മെച്ചവും ഇല്ല. ആ ഇളവ് ഡയറക്റ്റ് കസ്റ്റമറാണ് നൽകുന്നത്. ഉദാഹരണത്തിന് 5% ഡിസ്കൗണ്ട് നൽകാൻ ഒരാൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അവിടെ ഏകദേശം ഒരു 500 രൂപയായിരിക്കും വരുന്നത്. ആ 500 രൂപയുടെ ഇളവ് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരു വീട്ടിൽ 4 അംഗങ്ങളുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയായാലും ഒരു 3-4 പനിയെങ്കിലും വരാറുണ്ട്. ആ ചികിത്സകളിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടുകൾ മാത്രം മതിയായിരിക്കും. ആ തുക എന്ന് പറയുന്നത് അവർ ഒരുപക്ഷെ ഈ പ്രോഗ്രാമിലേക്ക് നൽകിയ തുകയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം യാതൊരു കാരണവശാലും ഇത് വേസ്റ്റായി പോയി എന്നൊരു ചിന്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അത്രത്തോളം നമ്മൾ വളരെ പ്ലാൻഡായിട്ടാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ നേരത്തെയൊക്കെ ഈ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം ഇങ്ങനെ വന്ന് ആളുകൾ ഇങ്ങനെ ക്യാൻവാസൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു തട്ടിപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ളത് ഒരു സർവ്വസാധാരണമാണ്. അങ്ങോട്ട് പോയി പോളിസികൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതൊരു അനിവാര്യമായ ഒരു സംവിധാനമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇന്നുള്ളത്. തീർച്ചയായും ഇത് വളരെ അനിവാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഹൈവേ വികസനങ്ങൾ NH-66 വൈഡനിങ് പ്രോഗ്രാമുകൾ ഏകദേശം 2026 കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഉയർന്ന വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹൃദ്രോഗം, ത്രോംബോസിസ്, ഇത്തരം സാധനങ്ങളൊക്കെ ഏതൊരു സമയവും നമുക്ക് എത്തിപ്പെടാൻ കഴിയും. കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഒരു വളരെ പ്രമുഖനായ ഒരു ഡോക്ടറുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓരോ 4 പേർക്കും ഒരു ത്രോംബോസിസ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ഓരോ 4 പേരെ എടുത്താൽ ഒരാൾക്ക് ഉറപ്പായിട്ടും സ്ട്രോക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആംബി1 പോലെയുള്ള പ്രോഗ്രാം, ആംബി1 മാത്രമല്ല, ആംബി1 പോലെയുള്ള ഇനിയും പ്രോഗ്രാമുകൾ വരാം. ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ സമൂഹത്തിന് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനമാണ് നൽകേണ്ടത്. അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ഇത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കണ്ണൂർ വിഷൻ ഉൾപ്പെടെ കേബിൾ COA ഉൾപ്പെടെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ എന്നും ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരു സ്ഥാപനം, ഒരു തരത്തിലുള്ള തട്ടിപ്പും ഇതിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ജനങ്ങളുമായി അത്രയധികം കഴിഞ്ഞ ഒരു
2 പതിറ്റാണ്ടായി ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ജനങ്ങളുടെ ഒരു താല്പര്യം കൂടിയാണ് ഇതിൽ സംരക്ഷിക്കപ്പെടേണ്ടത്. ഒരു തരത്തിലും അവർക്ക് നഷ്ടമുണ്ടാകില്ല, ഒരു തരത്തിലും അവർ വഞ്ചിക്കപ്പെടില്ല എന്ന ഉറപ്പ് നിങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പും. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളിന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന റെസ്പോൺസ്, ഒരു ആംബുലൻസ് ഏത് സ്ഥലത്തേക്ക് ഏത് സാഹചര്യമാണ് മനസ്സിലാക്കി ഞങ്ങൾ ആംബുലൻസ് ഡെസ്പാച്ച് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന ഞങ്ങളുടെ കോൾ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ആ റെസ്പോൺസ് തന്നെയാണ് അവർക്കുള്ള ഉറപ്പ്. അതായത് ഈ ഒരു സേവനം തീർച്ചയായിട്ടും തന്നിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് 100% അഷ്വർ ചെയ്യാൻ പറ്റും. ആ 899 എന്നുള്ളത് നിങ്ങൾ പറയുന്ന ജീവന്റെ വിലയുള്ള ആ പൈസ ഒരു തരത്തിലും നഷ്ടമാകില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ജീവൻ്റെ വില തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ജീവൻ്റെ വില അമൂല്യമാണ്. ഈ 899 രൂപ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസരത്തിൽ അത് നഷ്ടപ്പെടാതെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് എന്നാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കിയത്. ഈ സംവിധാനം നമുക്ക് എന്നു മുതൽ ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും? ജനങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് തുടങ്ങി. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ജനങ്ങൾ അവൈൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. എന്നു മുതൽ അത് നമുക്ക് പ്രാവർത്തികമാകാൻ എന്നു മുതൽ കഴിയുന്നു? അതായത് ഇപ്പോൾ നിലവിൽ അത് പ്രാവർത്തികമാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഘട്ടത്തിൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ സേവനം അവൈലബിൾ ആണ്. എല്ലാ ആംബുലൻസുകളും സജ്ജമാണ്. നമ്മുടെ കോൾ സെൻറ്ററുകൾ സജ്ജമാണ്. എക്രോസ് ഇന്ത്യയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളത്തിൽ മാത്രം കാര്യമല്ല പറഞ്ഞത്. എക്രോസ് ഇന്ത്യ ഈ നിമിഷം ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ അദ്ദേഹത്തിന് അടുത്ത നിമിഷം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, എമർജൻസി കേസ് ഉണ്ടായാൽ ഈ സേവനം ലഭ്യമാണ്. നിങ്ങൾ ഭാവിയിലുള്ള കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ തന്നെ റെഡിയാണ്, സജ്ജമാണ്. ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഈ സേവനം ലഭ്യമാകും. ഇന്ന് ഈ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ റിഗറസ് ടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലോഡ് ബാലൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ എമർജൻസി സിറ്റുവേഷൻ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം പോലുള്ള ഒരു സംഗതികളുണ്ടാകുന്നത്, അവിടത്തേക്ക് വരുന്ന റിക്വയർമെൻറ്റ് വളരെ വലിയ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലാകുന്ന സമയത്ത് വളരെയധികം കോളുകൾ വന്നാൽ പോലും ഇത് ഹാങ് ആവാതെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്നുള്ള ടെസ്റ്റ് റൺ കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം വിജയിച്ചതിന് ശേഷം ഓൾറെഡി ഈ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ നിമിഷം തന്നെ ജനങ്ങൾക്കിത് അവൈൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു ഭാവിയിലേക്കുള്ള ഒരു വാഗ്ദാനം മാത്രമല്ല, ശരിക്കും അല്ല, നിലവിൽ നമ്മൾ പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രമാണ് ജനങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. ഇതുവരെ നമ്മൾ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. അതായത് ഇത് നടക്കും എന്ന് ഉറപ്പിച്ചതിന് ശേഷം, തീർച്ചയായും നടക്കും എന്ന് 100% ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ജനങ്ങളോട് ഇപ്പോൾ ഈ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിവപ്രസാദ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു സംവിധാനത്തെ നമ്മൾ ഇങ്ങനെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഏതാണ്ട് 4 വർഷത്തെ പ്രയത്നം. ആ പ്രയത്നം പ്രാവർത്തികമാകും എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ ഈ സംവിധാനം നടപ്പാകണം എന്ന് കണ്ണൂർ വിഷൻ ആഗ്രഹിച്ചതും അതിനോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചതും. അദ്ദേഹം ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. 899 എന്നുള്ളത് ജീവന്റെ വിലയാണ്. ആ ജീവന്റെ വില നിങ്ങൾ നൽകുമ്പോൾ ഒരു തരത്തിലും അതിൽ നിങ്ങൾ വഞ്ചിതരാകില്ല എന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ആംബുലൻസുകളുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ആശുപത്രികളുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിധ പരിഗണനകളും എല്ലാവിധ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. ആംബി1 എന്ന ഈ സംവിധാനവുമായി നമുക്ക് കൈകോർക്കാം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരുന്നു. ഏത് ഘട്ടത്തിൽ ആർക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സംവിധാനത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് കൈകോർക്കാം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത നിലവാരം, നമ്മുടെ ദൈനംദിന ജീവിതമൊക്കെ മാറി മറിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെയാണ് അനിവാര്യമായിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമാണ്. അതിനൊപ്പം ഈ ആംബി1 എന്ന സംവിധാനം കൂടിച്ചേരുമ്പോൾ അത് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ആംബി1 എന്ന ഈ സംവിധാനം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ. നമ്മുടെ സുരക്ഷയാണ് അവർ
ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ഈ ഘട്ടത്തിൽ നേരുകയാണ്. അത്തരത്തിലുള്ള ആ സാഹചര്യങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി ഈ കാര്യങ്ങൾ അതുകൂടി നമ്മൾ പറയണമല്ലോ. ഈ ഇത്തരം ആംബിവൺ എന്ന ഒരു സംവിധാനം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും സുരക്ഷിതരാകാൻ ശ്രമിക്കുക. അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രദ്ധയോടുകൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പുതിയ നൂതനമായ ഒരു സംവിധാനം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് കരുതി കൂടിയാണ് കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവർ ശിവപ്രസാദുമായി സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. AMBI-1 എന്ന ആ സംവിധാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.